ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം പോക്കോയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. പോക്കോ X2 എന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആകും എന്തുകൊണ്ട് പോക്കോ F2 ഇറക്കിയില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ വിചാരിക്കുന്നു. പോക്കോ F1 എന്ന സ്മാർട്ട് ഫോൺ ആ സമയത്തുള്ള ഏറ്റവും ബെസ്റ്റ് സ്പെക്സുമായിട്ടാണ് ഇറങ്ങിയത്. പോക്കോ F1 കമ്പയർ ചെയ്യുന്ന ഒരു സ്പെക്സ് അല്ല പോക്കോ X2. അതുകൊണ്ട് തന്നെ പോക്കോ F2 എന്ന് പറയുന്ന പേരിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കകത്ത് വരാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് പോക്കോ X2 എന്ന് പറയുന്ന പുതിയൊരു വെർഷൻ ഇറക്കിയിരിക്കുന്നത്. അതായത് ഒരു X സീരീസ് സ്മാർട്ട് ഫോൺസ് വരുന്നത്. ഇനി ഒരുപാട് സ്മാർട്ട് ഫോൺസ് പോക്കോയുടെ ഭാഗത്തു നിന്ന് 2020 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോ X2 പറ്റിയാണ്. അപ്പോൾ പോക്കോ X2 മെയിനായിട്ടും വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 15,000 to 20,000 സെഗ്മെൻറ്റിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പോക്കോ X2 ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. അതേപോലെ തന്നെ 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അപ്പോൾ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്തിനാണ് എന്നൊക്കെ പലർക്കും ഒരു കൺഫ്യൂഷൻ കാണും. എന്താണെന്ന് വെച്ചാൽ വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു 120 ഹെർട്സ് ഡിസ്പ്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ഗെയിമിങ്ങിനായാലും അതേപോലെ തന്നെ ആ ബ്രൗസിങ്ങിനായാലും എല്ലാം തന്നെ വളരെ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കോണിംഗ് കൊറോള ഗ്ലാസ് 5ൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 3 കളർ വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഫോണിക്സ് റെഡ്, മെട്രിക്സ് പർപ്പിൾ, അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ബ്ലൂ എന്നീ 3 കളർ വേരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞു. സ്മാർട്ട് ഫോണിൽ തന്നെ 120 ഹെർട്സ് അതേപോലെ തന്നെ 60 ഹെർട്സ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എപ്പോഴാണ് നിങ്ങൾക്ക് 120 ഹെർട്സ് വേണ്ടത് അപ്പോൾ 120 ഹെർട്സ് ഇടാം, അല്ലെങ്കിൽ 60 ഹെർട്സ് ഇടാം. അതെന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 120 ഹെർട്സിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നോർമൽ യൂസിൽ വരുന്ന എത്ര ബാറ്ററി കൺസപ്ഷൻ ഉണ്ടോ അതിനെക്കാട്ടി ഒരു 2% കൂടുതൽ ഈ 120 ഹെർട്സ് ഇടുന്ന സമയത്ത് ഇത് കൺസ്യൂം ചെയ്യും. അത് പെർ അവർ ആണ് നോക്കുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 2% വീതം കൂടുതൽ കൺസ്യൂം ചെയ്യും. അതിനുവേണ്ടിയാണ് ആ ഒരു ഷിഫ്റ്റിംഗ് ഫീച്ചർ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിലൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 MB പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 2 MB ഡെപ്ത് സെൻസിങ്, 2 MB മാക്രോ. അതേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 20+2 MB ഒരു സെൻസറാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് പഞ്ച് ഹോൾ ക്യാമറയാണ്. ഇനി ഈ 64 MP ക്യാമറയോടെ നമുക്ക് കിട്ടുന്ന സെൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോണി IMX686 ഒരു സെൻസറാണ്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പക്ക സേഫാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 4500 mAh ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 27 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 730G ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്ന ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത്. അപ്പം 15,000 to 20,000 സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സറാണ് 730G എന്ന് പറയുന്നത്. 730G പ്രൊസസ്സറിൻ്റെ കൂടെ നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 6GB വേരിയൻ്റാണ് 6GB ആണ് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് GPU വരുന്നത് Adreno 618 ആണ്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഗെയിമേഴ്സിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർ ഇതിൽ ഫ്ലൂയിഡ് ടെക്നോളജി, അതായത് ഫ്ലൂയിഡ് കൂളിംഗ് ടെക്നോളജിയും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ ഗെയിമേഴ്സിന് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണിത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കിട്ടും. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB 64GB വേരിയൻ്റാണ്. 6GB 64GB വേരിയൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 15,999 ആണ്. അതേപോലെ തന്നെ 6GB 128GB വേരിയൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 16,999 8GB 256GB വേരിയൻ്റ് തന്നെ 19,999 ആണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റ് പോക്കോ X2 തിരിച്ചു പിടിച്ചു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ റെഡ്മിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 8 Pro ആയിരുന്നു. അതിലെ ആ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെയിം കോഡ് ക്യാമറ സെറ്റപ്പൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് G90T എന്നൊരു പ്രൊസസ്സറാണ് ലഭിക്കുന്നത്. അത് മീഡിയാടെക്കിൻ്റെ പ്രൊസസ്സറാണ്. അതിൽ പലർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ അത് സ്നാപ്ഡ്രാഗൺ ആക്കി 730G ആക്കി. സോ അതുപോലെ തന്നെ ഡിസ്പ്ലേ 120 ഹെർട്സ് ആക്കി. വിലയും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. മറ്റൊരു സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ റിയൽമിയുടെ X2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. റിയൽമി X2യെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് പോക്കോ X2. അത് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. റെഡ്മി K30 4G വേരിയൻ്റ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നു. ആ ഒരു ചൈനീസ് ലോഞ്ചിൽ റെഡ്മി K30 ഏതൊക്കെ സ്പെസിഫിക്കേഷൻസോ ആ ഒരു സെയിം സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിൽ പോക്കോ X2 ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ
പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്ത ശേഷം നമ്മളിതിൽ ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുവരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.